ഹലോ, എന്തോനെ വിളിക്കു പറഞ്ഞേട്ടാ? എന്തോനെ വിളിക്കുക? കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായോ? സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്ത ഭർത്താവ്, സ്വന്തം ഭാര്യയുടെ കാര്യങ്ങൾ നോക്കി കണ്ട് ചെയ്യാത്ത ഭർത്താവ് എന്തോന് വിളിക്കുക? വേണ്ട വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന് പറഞ്ഞാൽ വരണ്ട. ഞാൻ എന്റെ ഈ വീട്ടിൽ ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജീവിച്ചോളാം. ലീവ് മീ അലോൺ. ലോൺ തരാനാണോ പറഞ്ഞേ? ലീവ് മീ അലോൺ. എന്റെ വഴിക്ക് അങ്ങ് വിട്ടേരെ. ഈ കാര്യം പറഞ്ഞോണ്ട് വിളിക്കണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കണ്ട. ഇനി ഞാൻ കോൾ എടുക്കത്തില്ല. ഞാൻ പറഞ്ഞേ. ആ ശരി. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. തന്നെത്താനെ എന്നെന്നും നേരിക്കുന്നോ നീ നിന്നെ പൈതൽ ഉന്നാരം ചൊല്ലും നേരം മാരൻ കൈനീട്ടും നേരം അഴലിന്റെ. എന്റെ മോള കല്ലു കല്യാണം കഴിപ്പിച്ചിട്ടേ 6 മാസമായതേ ഉള്ളൂ. 3-4 ദിവസം കൊണ്ട് ഭർത്താവിനോട് പിണങ്ങി ഇവിടെ വന്ന് നിൽക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും പിണങ്ങി നിന്നാലും അവള് ജോലി ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ജോലി ചെയ്യുമല്ല, രാവിലെ കിടക്കപ്പായെന്ന് എഴുന്നേറ്റേ ഇവിടെ റീലുണ്ടാക്കുക. അടിക്കരുത്. എടി പെമ്പിള്ളാരെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നതേ കെട്ടിയന്റെ കൂടെ അവന്റെ വീട്ടിൽ ജീവിക്കാനാ, അല്ലാതെ 3-ാം പക്കം പെട്ടിയും കിടക്കി എടുത്തോണ്ട് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരാനല്ല. അയ്യോ, പുതിയ അറിവ്. അമ്മയ്ക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയട്ടെ. ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല. അയ്യോ, ഈ പെണ്ണ് പറയുന്ന പറച്ചില് കേട്ടോ സൂസുമാമേ. അമ്മാമയ്ക്ക് അറിയാലോ ഞാൻ എങ്ങനെ ഇവളെ കല്യാണം കഴിപ്പിച്ചയച്ചത്. ഇവളെ കല്യാണം കഴിപ്പിച്ചയച്ചത് ഇവിടെ അച്ഛൻ മുണ്ട് മുറുക്കി കൊടുത്തിട്ടാ. അതെന്തോ അങ്ങനെ ചെയ്തത്? ഇല്ലെങ്കിൽ ആ മുണ്ടോട് നിന്റെ ചെറുക്കൻ വീട്ടുകാർ ചോദിച്ചേനെ. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്തോരം കഷ്ടപ്പെട്ട ഈ പെമ്പിള്ളാരെയൊക്കെ വളർത്തുന്നത്. ഇവിടെ 3-4 ദിവസമായി ഇവിടെ വന്ന് നിൽക്കുക. പക്ഷെ കാര്യം എന്തോന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കൊച്ചാട്ടൻ ഇവിടെ ഇല്ലയോ? കൊച്ചുകൊട്ടയല്ല, കൊച്ചാട്ടൻ. എന്റെ ചേട്ടൻ, നിന്റെ അച്ഛൻ. ആ കൊച്ചാട്ടനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്തുവാടി ഈ ഭർത്താവുമായിട്ടുള്ള വിഷയമെന്ന്? കട്ടൻ ചായക്ക് കടുപ്പം കൂടി ആ കളറ് കണ്ട് ബോധം കെട്ട് വീണ മനുഷ്യനാ. അങ്ങനെ മുമ്പ് വെച്ച് ചോദിക്കാൻ പറ്റുമോ? അച്ചാച്ച ഇപ്പൊ സുരേഷ് പണിക്ക് വന്ന് വിളിച്ച് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. പണിക്ക് പോയതല്ല, സുരേഷ് പണിക്ക് കൊണ്ടുപോന്ന് പേടിച്ചിട്ട് തോട്ടുപക്കം തൊളിച്ചിരിക്കാൻ പോയതാ. റൂട്ട് മാറി സഞ്ചരിക്കണ്ട. എടി നിനക്ക് എന്തുവാണ്? അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പം എന്തുവാ അവിടെ നടന്നത്? പറയടി എന്നോട്. അമ്മ, ഈ കഴിഞ്ഞ 13-ാം തീയതി ആ ഇടി പെയ്ത് മഴ ചൊരിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് എന്തോ നടന്നത് നമുക്ക് അറിയാവോ? എന്തോ ഉണ്ടായെന്ന് നമുക്ക് അറിയാവോ? കൂണുണ്ടായതാണോ? ഇടിവെട്ടി മഴ പെയ്യുമ്പോ കൂണല്ലേ ഉണ്ടാവുന്നത്? പിന്നെ എന്തുവാ സംഭവിച്ചെന്ന് പറയടി. അമ്മ, ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം അമ്മ അറിഞ്ഞിട്ട് എന്നോട് ചെയ്തത്. ഒരമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും അമ്മ? എന്റെ മക്കള് അറിയാതെ എന്റെ കുഞ്ഞിന് നല്ലപോലെ വിഷമം പറ്റിട്ടുണ്ട് മോളെ. നിന്നെ അവൻ തന്തയ്ക്ക് വല്ലതും വിളിച്ചോടി? ഇല്ല. പിന്നെ അച്ചാച്ചൻ മിനിഞ്ഞാൻ നിരുന്ന് തുമ്മിച്ചത്ത എന്തിനായിരുന്നു? വേറെ ആയിരിക്കും. എന്റെ പൊന്നുമോളെ, നിന്നെ അവൻ ഉപദ്രവിക്കുക വല്ലതും ചെയ്തോടി? അമ്മ, അടിച്ചു കഴിഞ്ഞ വേദന അത് കുറച്ചു നാൾ കഴിയുമ്പോ അങ്ങ് മറക്കും. ഇത് അതുപോലല്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് കരയുന്നതുകൊണ്ടോ ഒരു പെറ്റതള്ള സഹിക്കുമോ? എന്റെ കുഞ്ഞിന് എന്തോ നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോള് പറയാടി, അവനെ ഞാനേ കുടുംബ കോടതി കയറ്റും. പറയടി, എന്തോ അവൻ ചെയ്തത്? 13-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ല. ചോദിച്ചപ്പോ പറയുമ്പോ മറന്നുപോയെന്ന്. ഉടുപ്പ് മാറത്തമ്മേ, കുടുംബ കോടതി പോണ്ടായോ? ഇങ്ങോട്ട് വന്നടി. നിനക്ക് എത്ര വയസ്സുണ്ടീ? എടി മുതുക്കി, നിനക്ക് എത്ര വയസ്സുണ്ടെന്ന്? 30 കഴിഞ്ഞു. ഓ, ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോ ഇവളെ ഞാൻ ചേച്ചിന്ന് വിളിക്കണം. എടി 32 വയസ്സിനോടൊക്കെ എത്ര തവണ ഇവിടെ നിന്റെ പിറന്നാൾ ആഘോഷിച്ചടി? മാസപ്പിറന്നാള്, ആണ്ട് പിറന്നാള്, ആഴ്ച പിറന്നാള്, ഡെയിലി പിറന്നാള്. ഇവക്ക് കേക്ക് വാങ്ങിച്ച് പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിലമ്പൂർ കാട്ടിന്ന് എനിക്ക് 2 തേക്ക് വാങ്ങിക്കാം. ചെയ്തില്ല. അമ്മ എന്റെ സൈഡാണോ അത് അർണാട്ടിന്റെ സൈഡാണോ? അമ്മയുടെ മോള് ഞാനല്ലയോ? അപ്പൊ അമ്മച്ച എന്റെ സൈഡ് വേണം നിൽക്കാന്. എടി കൊച്ചേ, നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ്, അവൻ ഈ നിസാര കാര്യമൊക്കെ ഓർത്തോണ്ട് നടക്കുവാന്നോ? എടി അവന് വേറെ കാര്യങ്ങളില്ലേ? വേറെ കാര്യം ഞാൻ ഒരു ദിവസം പൊക്കും ഞാൻ. അയ്യോ, ഈ പെങ്കൊച്ചത് എന്താ പോക്കാണ്? എങ്ങോട്ടാണ് വിളിച്ച് പോകുന്നത്? എടി നീ ഇങ്ങോട്ട് വന്നേ. എടി നിന്റെ ഭർത്താവ് അരുണ്, നമ്മളെ പെണ്ണുങ്ങൾ ചില കാര്യങ്ങൾ സഹിച്ചും ക്ഷമിച്ചും വേണം മുമ്പോട്ട് പോകാൻ. മനസ്സിലായില്ല? എടി ഈ ആണുങ്ങളെന്ന് പറഞ്ഞാലേ ചെളിവെള്ളം കണ്ട ചവിട്ടും. അത് നമ്മള് പെണ്ണുങ്ങൾ കണ്ടില്ല വെച്ചേക്കണം. അത് അതിന്റെ വഴിക്ക് അങ്ങ് പൊക്കോളൂ. ഈ ആണുങ്ങൾ ചെളിവെള്ളം കണ്ട ചവിട്ടും നമ്മള് പെണ്ണുങ്ങൾ അങ്ങ് സഹിക്കണം. എന്നിട്ട് കഴിഞ്ഞ ദിവസം അച്ചാച്ചന്റെ പുറം നെടുക കല്ല് പറക്കി എറിഞ്ഞ എന്തിനാ? അതപ്പുറത്തെ രമണിയോട് ഉടുപ്പിടാവുന്ന കാര്യം പറഞ്ഞു. അപ്പുറത്തെ രമണി ചേച്ചിയോട് അച്ഛൻ ഉടുപ്പിടാതെ കാര്യം പറഞ്ഞോണ്ട് എന്തോ കുഴപ്പം. അയ്യോ, അയാൾ നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞത്. എനിക്കത് മനസ്സിലായി ഇവിടെ നിന്ന് നോക്കിയപ്പോ. അമ്മച്ചിക്ക് ഇവിടെ നിന്നപ്പോ എങ്ങനെ മനസ്സിലായി? തിരിഞ്ഞു നിന്ന് കാര്യം പറഞ്ഞപ്പോഴേ ഉടുപ്പിടാത്ത അയാൾ പുറത്തെ കശേരിക്കളുടെ ചലനം കണ്ടപ്പോ എനിക്ക് മനസ്സിലായി നല്ല കാര്യമൊന്നും അല്ല പറഞ്ഞതെന്ന്.
കസേരക്കളുടെ തലനും അങ്ങ് പോട്ടെ. പുറത്തിരുന്ന് 2 സമൂസ എന്തോ ഇളക്കമായ കുറച്ച് സമൂസ എന്തുവാ? ഈ വണ്ണമില്ലാത്ത ആളല്ലേ, ഈ 2 എല്ല് കണ്ട സമൂസ കണക്കല്ലേ ഇരിക്കുന്നത്. സമൂസയുടെ കാര്യം പറഞ്ഞപ്പോഴേ വിശക്ക് നമ്മ ചൂടോടെന്തെങ്കിലും നോട്ടറി ആ തീക്കൊള്ളി ഇരിപ്പുണ്ട്, എടുത്ത് നെടുനീളത്തിൽ അങ്ങ് വിഴിഞ്ഞ് വിശക്കുന്നു കേട്ടാ. മര്യാദയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കുവാ, ഇന്ന് തന്നെ നിന്റെ കൂറ എല്ലാം കൂടെ കെട്ടിപ്പൊതിഞ്ഞ് തിരിച്ചു പൊക്കോണം അവന്റെ അടുത്തോട്ട്. എത്ര നിർബന്ധിച്ചാലും ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കും. ഞാൻ പൊളിക്കും. എന്റെ ദൈവമേ, ഈ മുടിച്ചത് എന്റെ മാറ്റിയെന്ന് പറഞ്ഞല്ലോ. മുടിച്ചതേ എടി, ഈ നാട്ടുകാരോട് ഞാൻ എന്തോ സമാധാനം പറയുവടി. അമ്മയ്ക്ക് ചെലവ് തരുന്ന കെട്ടിച്ചയച്ച പെണ്ണ് 3 പെട്ടി കിടക്കരുത് വീട്ടിൽ വന്നാൽ ഞാൻ എന്തോ സമാധാനം പറയും. നാട്ടുകാരോട് എന്തിനാ അമ്മച്ചി സമാധാനം പറയാം? നമ്മൾ അവരുടെ ചെലവിനാണോ ജീവിക്കുന്നത്? നിങ്ങൾ എന്താ തലയിൽ പറയുന്നത്? മുഖം കുറിപ്പിക്കുന്ന നീ വേറെ വല്ലോട് മുഖം കുറിപ്പിക്കണം, എന്റെ കുറിപ്പിക്കില്ല കേട്ടോ. ഞാനടി നിന്നെ പറ്റല്ല, നീ അല്ലടി എന്നെ പറ്റത് കേട്ടോ. യോ, അപ്പുറത്തെ പങ്കേഷിച്ചേ വരുന്നു. ഞാനെന്താ വേണം? എന്ത് വന്നു? നിങ്ങളെന്തോ ഇപ്പോഴും അവരെയൊക്കെ വിളിച്ച് പെരക്കകത്തോട്ട് കയറ്റുന്നത്? ഞാൻ വിളിച്ച് കയറ്റുന്ന ഈ നാശമൊക്കെ വന്ന് കയറുന്നില്ല ഇങ്ങോട്ട്. നീ ഒരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടെ വന്നത് അറിഞ്ഞാൽ അവർ ഈ നാട് മൊത്തം പറഞ്ഞു വരുത്തുമേ സംഭവം. അമേരിക്ക വരെ അറിയും. നാളെ വിളിച്ച് ചോദിക്കും, സരസമ്മയുടെ മോളത്തിനെ പിണങ്ങി വന്നിരിക്കുന്നത്. മറുപടി പറയാൻ ഇംഗ്ലീഷ് പോലും എനിക്കറിയത്തില്ല. നമ്മൾ വരയ്ക്കകത്ത് പോയി അവർ കാണുന്നില്ല. കൂടുതലെങ്കിൽ പൊട്ടിക്കാതെ ആ കാണാൻ കൊണ്ട് വന്നേക്കുവാ. ആ ജോസഫിനോട് എപ്പോഴും പറയുന്ന വഴി കൊണ്ട് പശുവിനെ കണ്ടല്ലേ, ആ പശു അന്ന് ഇവിടെ ചാണകം ഇട്ട് ഡിൽക്കുഷ് ഉണ്ടാക്കി വെച്ചേക്കോ. ഉണങ്ങിയതായിരുന്നു, ഇളക്കി എടുത്തിട്ട് വീശി വിടാമായിരുന്നു, നല്ല രസമായിരുന്നു. ചെയ്യേ ഇന്ന് നൈറ്റ് ഒക്കെ ഇട്ട് ആദ്യമായിട്ട് കാണുവന്നല്ലേ ഞാന്. ഓ, എനിക്ക് ഇഷ്ടമല്ലേ ഇത്. ഈ പിള്ളേരെ നിർബന്ധം കാരണം ഈ മൂത്ത മോള് തന്നായത്. പിന്നെ അവള് പറയുന്നത് ഈ അരബ്ലൗസും മുണ്ട് കൊടുത്തോണ്ട് അമ്മ ഇനി മുറ്റത്തിറക്കല്ല, അവർക്ക് നാണം കേടാന്ന് പോലും. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഭയങ്കര ഷാട്ടി വന്ന ഇതുങ്ങൾക്കൊക്കെ. ഇത് അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. ഇടാൻ ഭയങ്കര ഈസിയാ. ഗ്ലാസ് കെട്ടിക്ക് കമത്തി വെക്കുന്ന പോലെ പുറത്തുകൂടെ അങ്ങ് ഇട്ടാ മതിയല്ലോ. പിന്നെ ഇന്ന് രാവിലെ നിങ്ങളുടെ ഇവിടെ എന്തുവായിരുന്നു നീ? വീടിന്റെ പുറകെ വെയിലായിരുന്നു. അതല്ല, ഇവിടെ എന്ത് രാവിലെ ഉണ്ടാക്കിയത്? ഇവിടെ ഉപ്പുമാവ് ഉണ്ടാക്കി ചെയ്. ആ ഉപ്പുമാവ് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആരാ ഉണ്ടാക്കിയല്ലേ? ഞങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയത്. അണ്ണാക്കിലോട്ട് കുത്തി കയറ്റി വെച്ച് തരുമല്ലോ. പിന്നെ അങ്ങോട്ട് കൊടുത്തേച്ചാലും മതി. ആ മാസം എത്തുന്നതിന് മുമ്പ് കുശുമ്പ് പറഞ്ഞിട്ട് പോകുന്നത് അല്ലയാ. ചെയ്യേ എന്തോ മുഖത്തൊരു വാട്ടം പോലെ. ഒന്നും പറയാന്ന് വെച്ചാൽ രാവിലെ അങ്ങോട്ട് ഇരിച്ചപ്പോ തലങ്ങ് വട്ടം കറങ്ങുവാ. മൂങ്ങയുടെ കുഞ്ഞാന്നേ വന്നിരിക്കുന്നത്. അല്ല, വട്ടം കറങ്ങുന്ന മൂങ്ങയുടെ കുഞ്ഞാന്ന്. ഓ, പക്ഷി ഗവേഷക. ഓ, ഒരു പഞ്ചവർണ്ണത്തെ കീച്ചുന്നോട്ട് അതാണ് പറഞ്ഞത്. ഇന്നലെ രാത്രി ഞാൻ ഒരു കണ്ണടക്കില്ല, തിരിഞ്ഞും മറിഞ്ഞ് നേരം വെളുക്കുന്ന വരെ കിടക്കുമായിരുന്നു. ഈ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന സമയം കൊണ്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു. അതാണ് പറഞ്ഞത്. എടി കൊച്ചാ, എനിക്ക് PP ഉണ്ടെന്ന്. ഇവിടുത്തെ കൊച്ചാറിന് ചെണ്ടയുണ്ട്. അല്ല, PP ഉണ്ടെന്ന് പറഞ്ഞേക്ക്. PP ആണെന്ന് പറഞ്ഞേ. എനിക്ക് BP ഉണ്ടെന്ന്. ബ്ലഡ് പ്രഷർ. ഓ, നാക്ക് ഒന്ന് മൂക്കയിലടിക്കോ. BP ഉണ്ടെന്ന് നിശ്ചയിക്ക്. എനിക്ക് BP ഉണ്ട്. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. എനിക്ക് ഷുഗർ ഉണ്ട്. എനിക്ക് മഞ്ഞപ്പിത്തം ഉണ്ട്. എനിക്ക് തലവേദനയുണ്ട്. എന്റെ ഡിസ്കിന് അകൽച്ചയുണ്ട്. എന്റെ മുട്ടിന് വേദനയുണ്ട്. എനിക്ക് ചുമയുണ്ട്. എനിക്ക് നട്ടല് വേദനയുണ്ട്. എന്റെ മുട്ടിന്റെ ഡിസ്കിന് കിടക്കമുണ്ട്. എനിക്ക് മൂക്കൊലിപ്പുണ്ട്. എനിക്ക് 4 ലക്ഷം രൂപ കടമുണ്ട്. എനിക്ക് അത് കേട്ടിട്ട് നല്ല സുഖമുണ്ട്. ചിരിക്കാനോ? ചിരിക്കാനല്ല, സരത്തമ്മേ, നീ വെറുതെ ഇരിക്കും. എന്റെ തലയിലൊന്ന് നോക്കി തരണേ. പേനുണ്ടോ ചെയ്? പേനല്ല, ഇന്നലെ ഒരു ചീപ്പ് കാണാനില്ല. അത് എവിടെ അന്ന് കണ്ടുപിടിച്ച് തരണേ. ഞാൻ അതിനകത്ത് കൈയിട്ടിട്ട് എന്റെ കൈക്ക് ഒരു ഈ കരിമീൻ മല കിടന്ന് പിടക്കുന്നുള്ള ഞാൻ കിടന്ന് പിടക്കണം. പടിവെല്ലാം നോക്കിയാട്ടെ. ഞാനേ ഇച്ചയെ കാണാൻ അങ്ങോട്ടൊന്ന് വരണോന്ന് വിചാരിച്ചിരിക്കുവായിരുന്നു. അവിടെ നിന്ന് എന്നെ നാട്ടി വെച്ചേക്കായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ. എന്നെ എന്താന്ന് വെച്ചാൽ കാര്യങ്ങൾ അങ്ങോട്ട് പറയാകട്ടെ. ലിജയെ മറിക്കാൻ വല്ലതും ഉണ്ടോ? അവിടെ ഓട്ടോറിക്ഷ കിടപ്പുണ്ട്, ഓടിച്ച് മറിക്കാൻ പറ്റുമെങ്കിൽ നീ കാശ് ആയിട്ട് വല്ലതും ഉണ്ടോ? കടം വല്ലതും തരാനുണ്ടോ? കിടക്കുന്നത് എന്റെ പൊന്നു വച്ച ഇന്നലെ ചോദിക്കത്തില്ലായിരുന്നു. ആ കാശ് ഇന്നലെ എന്നെ ഒരാൾ വാങ്ങിച്ചോണ്ട് പോയെന്ന്. അല്ലേലും സ്ഥിരം കേൾക്കുന്നത് ആരോടെങ്കിലും കാശ് ചോദിച്ചാൽ ചോദിക്കും ഇന്നലെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന്. ഒരു 200 രൂപ താഞ്ഞോട്ട്. ഇപ്പൊ എന്താണ് 200 രൂപ? എന്തിനാ നിനക്ക്? അല്ല കൊച്ചാട്ടനെ, ഈ മീനില്ലാതെ ചോറ് ഇറങ്ങത്തില്ല. അപ്പൊ മീൻ മേടിക്കാനൊക്കെ ഉണ്ടാ. അങ്ങനെ ഇറങ്ങണം നിന്റെ കൈ നിറക്കണം, അല്ല കടം മാറ്റല്ലേ. എന്താ സ്വഭാവം ഞാൻ വാങ്ങിച്ചത് തന്നിട്ടില്ല. നിങ്ങൾക്ക് പൈസ തരാനൊന്നും ഇല്ലല്ലോ. ഞാൻ 200 രൂപ ഞാൻ തരാം. പക്ഷെ നാളെ രാവിലെ തിരിച്ചു തരണം. എനിക്ക് കറണ്ട് ബില്ല് അടയ്ക്കാനുള്ള പൈസ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ കറണ്ട് ബില്ല് വന്നോ? ഇവിടെ ഇനി എപ്പോഴാണോ വരുന്നത്? എത്ര രൂപ? എത്ര രൂപ നിന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തൻ രാവിലെ വന്നിട്ട് ആ മീറ്ററിന്റെ അവിടെ വേട്ടാവളയും കൂട് കൂട്ടുന്ന നോക്കി എന്നിട്ട് ഏതാണ്ട് എഴുതി ബില്ലടിച്ച് തന്നു. ഇത് വേട്ടാവളിന്റെ കൂടിന്റെ വാടകയാണെന്നോ കറണ്ട് ബില്ലാന്നോ ഞാനേ കാപ്പി തരാം കുടിക്കാൻ. കാപ്പി കുടിച്ചാ ഗ്യാസ് വരത്തില്ലോടി? കാപ്പി കുടിച്ചാൽ വരത്തില്ല, വിളിച്ച് ബുക്ക് ചെയ്യണം, എന്നാലേ ഇവിടെ കൊണ്ട് തരത്തുള്ളൂ. എന്താ ഗ്യാസ്? ഓ, എന്നെക്കാളും നല്ലൊരു ബിഗ് കിട്ടല്ലേ ഇളക്കുക. കാപ്പി എടുത്തോണ്ട് വരാം. ഞാനിവിടെ വരട്ടില്ലേ അടുക്കളയിലോട്ട്? വേണ്ട, അടുക്കള വരണ്ട. അടുക്കള വരുന്ന എന്തിനാണെന്നറിയോ? ഉണ്ടാക്കി വെച്ചെന്റെ അടപ്പ് തുറന്നു നോക്കൂ എന്തുവാന്ന് അറിയാം. എന്നിട്ട് കൈ അതെ, ഈ സർഗമ കൊച്ചുണ്ടല്ലോ, ഈ നാട്ടിലെ ഏറ്റവും ഇതുപോലൊരു പാപം പിടിച്ച കൊച്ച്. എന്റെ ദൈവമേ, ഇവള് ഗുണം പിടിക്കല്ലേ. ഞാൻ ഇവിടെ വന്നത്
ഇവിടെ കാപ്പി കൂച്ചാലൊന്നും അല്ല. ഇവിടെ കെട്ടിച്ചയച്ചു ഇവിടെ പുന്നാര മോള് 3-4 ദിവസം കൊണ്ട് ഇവിടെ വന്ന് നിൽക്കുക. അത് എന്തിനാന്ന് ഈ തരത്തമ്മയ്ക്കെന്ന് അറിയണം. എന്നിട്ടേ ദാഹജലം ഞാൻ തൊണ്ടയ്ക്ക് നടക്കത്തുള്ളൂ. എത്ര ദിവസം കഴിക്കുന്നു പറയാൻ എന്റെ പൊന്നിതെന്ന് പറയാ. അയ്യപ്പോ അയ്യപ്പനെ ഓ നീരിക്കട്ട് ദൈവമേ. ഓ ഇവിളമാരെക്കാട്ടിൽ ഇളക്കാവുന്നുണ്ട് ഇവരുടെ വീട്ടിലെ കസാരക്ക്. അയ്യോ അമ്മ ദൈവമേ, കാലിലെ നഖമൊക്കെ വളർന്ന് പൂന്താനി പോലെ ആയി. അയ്യോ ഉറക്കോ വരുന്നു. അമ്മച്ചി നീ തന്നെ പരിപാടി കയറി വരയ്ക്കാത്ത എത്ര നേരം ഒന്ന് പറഞ്ഞ അമ്മ അകത്തോട്ടിരിക്കുന്നത്? പറഞ്ഞ നീ ആയിരിക്കുന്ന സാധനത്തെ കണ്ടോ? അവരറിഞ്ഞു കഴിഞ്ഞാൽ നാട് മൊത്തം പാട്ടാക്കുമെന്ന്. നീ അവരുടെ തലയിലിരിക്കുന്ന കണ്ടോ? ആ കണ്ടു. മുടിക്കട്ടല്ലയോ? മുടിയല്ലത്, സ്വന്തമായിട്ട് സാറ്റലൈറ്റ് ഉള്ള തള്ളയാ. കണ്ടോ ഇവര് 24 ന്യൂസുമായിട്ട് മത്സരമാണ്. എന്താ കാര്യം? റേറ്റിംഗിൽ അവരുടെ മണ്ടയ്ക്കെത്താൻ ന്യൂസ് കട്ട് ചെയ്യുന്നില്ല. അങ്ങനത്തെ തള്ളയാ അവരെ. മിണ്ടി പോയേക്കരുത് കേട്ടോ. കേട്ടെ നീ മിണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം എല്ലാം. ഉണങ്ങു വന്നു. ഉണങ്ങി എന്നെ അടുത്ത് പറഞ്ഞേക്കത്തിട്ട് നോക്കടി. അല്ല ഉറങ്ങു വന്നത് എന്നാ കടുങ്കാപ്പി. അയ്യടി വിളക്കിച്ചിയേ ഈ കൊച്ചെന്ന് വന്നു. അവള് ഇന്ന് വൈകുന്നേരം രാവിലെ വന്നു. എന്തൊക്കെ വിശേഷം? നല്ല വിശേഷം. അവള് സുഖമായിട്ടിരിക്കുന്നു. ഭർത്താവൊക്കെ? ഭർത്താവിനും കുഴപ്പമില്ല, വീട്ടിലൊന്നും കുഴപ്പമില്ല. ഇവിടെ നീ തമിഴിൽ നിന്ന് കാസ്റ്റ് ചെയ്തെടുത്താന്നോ? എന്തുവാ? അല്ല മലയാളത്തിൽ നീ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന വെക്കട്ടെ. കൂടി എത്ര നേരം പറഞ്ഞ അകത്തിരിക്കുന്നത്? എടി ഞാൻ അടുപ്പത്ത് കഞ്ഞി വെച്ചിട്ടുണ്ട്, പോയി അടുപ്പ് തീ ഊതരി പോ. അടുക്കള നെല്ലി വരുന്നതാ. അമ്മച്ചി അടുക്കള നെല്ലി വരുന്നേ. പോയി അങ്ങോട്ട് ഊത്. എനിക്ക് വയ്യ ഉള്ള ചാരം എല്ലാം കണ്ണി പറപ്പിച്ചു. കണ്ണു പഠിപ്പിക്കുന്നു നോക്കുള്ളൂ. കൊച്ചിന്റെ വർത്താനം കേട്ടില്ലേ തള്ളയോട്? നീ വന്ന് കയറി കഴിഞ്ഞപ്പോൾ നീ ഇവിടെ ചുമ്മാ വന്ന് നിൽക്കുമ്പോൾ ഈ തള്ളക്ക് എന്തോ ഉണ്ടാക്കി തരാം, അമ്മ വിശ്രമിക്കാമെന്ന് പറഞ്ഞാൽ പറയാം. പെണ്ണങ്ങ കല്യാണം കഴിച്ചപ്പോൾ കടന്നു കയറി വന്നില്ലേ പെണ്ണങ്ങ? അത് ആരോട് പറയാനാ? ആരോട് പറയാനാ? എന്റെ വിധി ഞാൻ അനുഭവിക്കാൻ പറ്റുമോയില്ലയോ? നീ ഒന്നും ഉണ്ടാക്കി കൊടുക്കാനൊന്നും പോണ്ടാ. തള്ളയില്ലയോ? അവളുണ്ടാക്കി തരും. നീ വിരുന്ന് വന്നേ ഇല്ലയോ? അവളുണ്ടാക്കി തരുമ്പോൾ നീ അവിടെ നിന്ന് തിന്നോണ്ടിരിക്കണം. നീ അടുപ്പിന്റെ അവിടെ പോയി നിന്ന് കഴിഞ്ഞാലേ നിന്റെ സൗന്ദര്യം അങ്ങ് മങ്ങിപ്പോകും. അതുകൊണ്ടല്ലേ ഞാൻ അടുപ്പിന്റെ കര പോയി നിൽക്കാത്തേ. അതെന്താ? മങ്ങി പിന്നെ എന്നെ കാണാതാവും. ആ പിന്നെ എടി കൊച്ചേ നീ അങ്ങ് ഉടഞ്ഞു പോയല്ലോടി. ഉടഞ്ഞു പോവാൻ ഞാൻ എന്താ +2 പരിസിന്റെ ശില്പമാണോ? ആ അത് കൊള്ളാലോ. നിന്റെ അമ്മ നിന്നെ ഗ്രൂം ചെയ്ത് വിട്ടാണോ ഈ കൗണ്ടർ ഇവിടെ അടിക്കാൻ വേണ്ടി? വിശേഷമൊന്നും ആയില്ലയോ? എന്തുവാ? അല്ല 6 മാസമായാലും കല്യാണം കഴിഞ്ഞിട്ട് വിശേഷമൊന്നും ആയില്ല എന്ന് ചോദിച്ചത്. അല്ലേ ഈ നാട്ടുപുറത്തുള്ള നിങ്ങളെ പോലുള്ള അമ്മമാർക്കുള്ള സ്വഭാവം കല്യാണം കഴിഞ്ഞിട്ട് വിശേഷം ആയില്ലയോ? 2 വർഷം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ തീരുമാനം. ആണ്ട് കിടക്കത്തില്ല പുളിക്കാച്ചി. ഇപ്പോഴത്തെ പിള്ളേർ ഒരു കാര്യം കേട്ടോ, 2 വർഷം കഴിഞ്ഞ് മതി പിള്ളേരെന്ന്. എടി നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് 4 പിള്ളേർ. 4 പിള്ളേരോ? 12 പിള്ളേരെന്ന് പറയാൻ തന്നെ എല്ലാ സ്കിറ്റാലും 12-13 അടിച്ച് കഴിഞ്ഞാൽ ക്ലീശ അടിക്കത്തില്ലയോ? അതുകൊണ്ട് ഞാൻ 4 ഒതുക്കിയത്. എന്നാലും പങ്കജാന്റി 4 പിള്ളേരെന്നൊക്കെ പറയുമ്പോ കല്യാണം കഴിക്കാൻ താമരട്ടെ 3-ാം ദിവസം എന്റെ കയ്യെ കയറി പിടിച്ചു. ഓ അവിടെ നിന്ന് പറഞ്ഞാണ് പൊടിമോൻ ഇങ്ങനെ മുട്ടുകാലം നടക്കുന്ന സമയത്താണ് അങ്ങനെ എന്നെ ഒന്ന് വട്ടം പിടിച്ചത്. അതാണ് വത്സല. അത് കഴിഞ്ഞിട്ട് ഇയാൾ ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സൂക്ഷിച്ചൊരു നോട്ടം, അതാ സുഷമ്മ. ഇത് ഞാൻ പറമ്പ് ഇന്നിപ്പോ എന്നെ വന്ന് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങളെ പണി നോക്കി പോണേന്ന് പറഞ്ഞാണ് രമണി. അല്ല പങ്കജാന്റി ഈ 4 പിള്ളേരൊക്കെ വളർത്താൻ ഭയങ്കര പാടായിരിക്കും ഇല്ലയോ? 4 പിള്ളേരെ വളർത്താൻ ഭയങ്കര പാടൊന്നുമില്ല. പക്ഷെ ഇതുപോലെ കള്ളക്കഥ ഉണ്ടാക്കി അടിക്കാൻ മുടിക്കാൻ അപ്പോഴത്തെ അങ്ങ് പിണങ്ങി അങ്ങോട്ട്. അമ്മയമ്മയൊക്കെ എങ്ങനെ ഉണ്ടടി അവിടെ? അമ്മായിയമ്മ അല്ല പങ്കജാന്റി, അമ്മ. സത്യം പറയാലോ, ഒരു സ്വന്തം മോളെ എങ്ങനാണോ നോക്കുന്നേ അതുപോലെ എന്റെ അമ്മച്ചി എന്നെ നോക്കുന്നത് കേട്ടോ. എന്റെ പ്രതീക്ഷയെല്ലാം കളയാ വന്നില്ലേ? അല്ലാതെ അവരൊരു നാത്തുമ്പല്ലുണ്ടോ ഒരു കെടുമ്പിച്ച പെണ്ണ ചേച്ചി കല്യാണത്തിന് വന്നപ്പോ കണ്ടില്ലായിരുന്നോ? കണ്ടായിരുന്നു. ഞങ്ങള് നാത്തൂനും അല്ല, ഞങ്ങള് കൂട്ടുകാരിയാണ്. ഞങ്ങള് എടി പോടി ബന്ധം. എപ്പോ വന്നാലും എനിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് തരും കേട്ടോ. ഫ്രൂട്ട്സോ ഡ്രസ്സോ. ഭയങ്കര സ്നേഹം കേട്ടോ. എന്റെ മനസ്സങ്ങ് കലങ്ങി പോവാന്നല്ലേ. ഈ കെട്ടിയ ഈ ചെറുക്കൻ എങ്ങനെ ചെറുക്കനെ കാണുമ്പോ എന്തൊരു ഏനക്കേട് പോലെ ഉണ്ടായിരിക്കും. അരുണേട്ടനല്ലയോ? ഞാൻ ഇല്ലാത്തത് പറയാന്ന് വിചാരിക്കല്ലോ. ഇതുപോലെ സ്നേഹമുള്ളൊരു പക്ഷെ എന്റെ ഭാഗ്യം കേട്ടോ, എന്നെ കൈവെള്ളയിലാ കൊണ്ട് നടക്കുന്നത്. എന്തൊക്കെ സംഭവങ്ങൾ എവിടെയൊക്കെ പൊടിഞ്ഞു കിടപ്പുണ്ടാകാം. ഇല്ല, ഒരു കുഴപ്പമില്ല, ഒരു വിഷയമില്ല. ഈ പുതുമൊടിയൊക്കെ ആകുമ്പോ എന്തൊക്കെ ചെറിയ വിഷയം. എന്റെ പങ്കജാന്റി ഒരു വിഷയമില്ല. സന്തുഷ്ട കുടുംബം, സന്തോഷ കുടുംബമാണ്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കി എടുക്കണേ ഒരു കണ്ടന്റ് ഇല്ലാതെ നോക്കി കിടക്കുവാ ഞാൻ. എന്റെ അമ്മയുടെ കൂട്ടുകാരി ആ പ്രായത്തിൽ മൂത്താന്നൊന്നും ഞാൻ നോക്കത്തില്ല, പറഞ്ഞേക്കാം. കൈ കൊണ്ട് കാര്യം പറഞ്ഞു കേട്ടോ, എനിക്ക് ഇഷ്ടമല്ല. എന്താ കൂട്ടക്സ് കാണുമ്പോ എനിക്ക് കുശുമ്പാണ്. പ്രായത്തിൽ മൂത്താൻ നോക്കത്തില്ല, ആട്ടിയാണെങ്കിൽ വീട് ഞാൻ ഊഞ്ഞാലാന്നോ ഊഞ്ഞാലാന്നോ ഓലക്കാന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചുമ്മാ കയറി വന്നിട്ട് ഏറ്റവും അല്ല നിങ്ങളെ ഏഷൻ തള്ളേന്ന് വിളിക്കുന്നത് കേട്ടോ. ഹലോ എന്റെ പൊന്നറിഞ്ഞട്ടോ, ഞാൻ എത്ര തവണ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം മടുത്തു, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. ലീമിയല്ലോ എനിക്കറിയാം എന്തോ സംഭവമില്ല. നീ ഇവിടെ ആരോടും പറയല്ല ആന്റി, പ്ലീസ് ആന്റി. ആന്റി ആരോടും പറഞ്ഞിട്ട് എന്താ വിഷയം എന്ന് പറയാം. എനിക്കത് കേൾക്കാൻ കൊതി. എന്റെ കർണവടക്കിടന്ന് തിളക്കി അരുണേട്ടൻ എന്നെ വിഷ് ചെയ്തില്ല. ഈ കോച്ചിന് എന്തിനാ കേടാ? ഇടി എല്ലാ ആളുകളും ഇതുപോലെ
4 പിള്ളേരെ കഴിഞ്ഞപ്പോൾ താമറിയട്ടെ എന്നെ വിഷ് ചെയ്തിട്ടില്ല. നീ ചെറുപ്പക്കാർ പിള്ളേരല്ലേ, എപ്പോ വല്ല വിഷ് ചെയ്യാമല്ലോ. എന്നാലും സ്വന്തം ഭാര്യയുടെ പിറന്നാളൊക്കെ ആലോചിച്ച് വെച്ചിട്ട് വേണ്ട വിഷ് ചെയ്യാന്. പിറന്നാളെന്നാ വിഷു എന്ന് പറയുന്നത്? പിന്നല്ലാതെ വിഷു കണ്ടുപിടിച്ചാലും കിട്ടിയാലും ഞാൻ വിഷം കൊടുത്ത് കൊന്നേനായിരുന്നു. അങ്ങനെ വിഷയങ്ങളൊക്കെ നടക്കാന്നെങ്കിലേ എന്റെ പൊന്നുമോളി ഇനി ആ ചെറുക്കന്റെ വീട്ടിലോട്ട് പോകണ്ട. കണ്ടോ, ആന്റിക്ക് എന്നോട് സ്നേഹമുണ്ട്. ആന്റി അല്ലേ പറഞ്ഞു പോകണ്ടെന്ന്. പക്ഷെ എന്റെ അമ്മ ജന്മചേതകത്തിൽ എന്നെ പറഞ്ഞു വിടാനായിട്ട് അങ്ങോട്ട് ഇരിക്കുക. അവളെ അടിച്ച കുടുങ്ങി ഞാനോ, എന്റെ കുഞ്ഞ് അങ്ങോട്ട് പോകണ്ട. ചെറിയ പ്രശ്നമേ ഉള്ളൂ. ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും വളർന്ന് വലുതാവുന്ന, അതുകൊണ്ട് എന്റെ പൊന്നുമോളി ഇനി അങ്ങോട്ട് പോകണ്ട. ഇവിടെ തന്നെ നിന്നാ മതി. എന്റെ അമ്മയോടൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്റെ കുഞ്ഞിനെ അവളെ കൂട്ടിട്ട് അവർ നശിപ്പിക്കുമല്ലോ. സ്ലൈഡ് അടിച്ച് കയറ്റി വെച്ചേക്കുവാണ്. ചോറ് വളം വെച്ചിട്ട് പോയി തിന്നെ, അതെങ്കിലും നടക്കട്ടെ. പോ. എന്താ ചെയ്യും? ഇതൊന്നും അറിഞ്ഞില്ലേ? ആ ചെറുക്കനോട് വേണമെങ്കിൽ ഈ കൊച്ചി ഇവിടെ വന്ന് നിൽക്കുന്നത്. ആര് പറഞ്ഞു? ഇവളിപ്പോ പറഞ്ഞത്. അമ്മച്ചി, ഞാൻ മാനപൂർവ്വം പറഞ്ഞാൽ എന്റെ അടുത്ത് ചൊരണ്ടി എടുത്താ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ എന്തുവായാലും അറിഞ്ഞു. അതിന് ഈ നാട്ടുകാട് വല്ലതും പറഞ്ഞ് പരത്തിയാൽ ഈ സരസമ്മയുടെ തനി കൊണം നിങ്ങൾ കാണുവേ. സരസമ്മ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടിലെ പല ആൾക്കാരുടെ കാര്യം ഞാൻ പലയിടത്തും ചെന്ന് പറയും. സരസമ്മയുടെ കാര്യം മാത്രം ഞാനൊന്നും ചെന്ന് പറയത്തില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. ഞാനൊന്ന് വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്നോളാം. പക്ഷേ ഇവിടെ ഞാൻ അന്തരം തൊട്ട് പറയാം, ചെറുക്കന്റെ വീട്ടിൽ പോകുമ്പോൾ ഇവിടെ കേൾക്കത്തില്ല. ഇവിടെ കേൾക്കത്തില്ല. എങ്ങനെ കേൾക്കും അവള്? നമുക്ക് വിഷമൊന്നും അറിയാമോ? വിഷമത്തെ തന്നെ വിഷമം അറിയാമോ? തീ പിള്ളേർക്ക് എന്ത് കഷ്ടപ്പാടുണ്ടെന്ന് അറിയാം. ഇവിടെ പറഞ്ഞു കൊടുക്ക്. എടി ഇതിന്റെ കല്യാണം അടുത്ത് വന്നപ്പോ ഈ കൊച്ചു ആ ചെറുക്കനും നെഞ്ചുരി എന്റെ വന്ന് ഞാൻ മാല പൊട്ടിച്ചു കൊടുത്ത് ആ പൈസ പണയം വെച്ചിട്ടായിരുന്നില്ല കല്യാണം കഴിച്ചു വിട്ടാണ്. പൊടി അവിടെ വീട്ടില് പറഞ്ഞു കൊടുക്ക്. കേട്ടോ, പറഞ്ഞു കേട്ടോ. ഇനി ഒരു കൊച്ചിന്റെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ചെറുക്കന്റെ വീട്ടിൽ പോയിക്കണം. പറഞ്ഞു കൊടുക്കുകയെന്ന് പറയണമെങ്കിൽ എഴുതി തരണമായിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് പറഞ്ഞിട്ട് പിന്നെ വേണം അത് തെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് എന്റെ മണ്ടയ്ക്ക് കയറാൻ വേണ്ടി. കുടുംബം തെറ്റിയാലും കുഴപ്പമില്ല, സ്കിറ്റെങ്ങാനും തെറ്റിയാല. അയ്യോ എന്റെ ദൈവമേ, ഞാനിത് എന്തോ ചെയ്യുമ്പോ ഈ നാട്ടുകാരുടെ പോത്തി ഞാനൊക്കെ നോക്കും. ഇല്ലാത്ത കടകട ഉണ്ടാക്കി നെല്ലിച്ചക്ര ചെലവാക്കി ഒരു കൊച്ചിനെ പറഞ്ഞ് വെച്ചതാ. അവള് വന്ന് നിൽക്കുവാ. ഞാൻ എങ്ങനെ മുഖത്ത് നോക്കും നാട്ടുകാരുടെ? എന്താ കുന്നമാറി അമ്മച്ചിയെ, എനിക്കറിയാം നിങ്ങൾ അച്ഛനും അമ്മച്ചിയും ഞാൻ കഷ്ടപ്പെട്ട കടകട മേടിച്ച് എന്നെ കെട്ടിച്ചു വിടുന്നത് എനിക്കറിയാം. അറിയത്തില്ല. അറിയാവുന്നുണ്ട്. നീ വെട്ടിയും കിടക്കി എടുത്തോണ്ട് വരുവാടി ഇങ്ങോട്ട്. അമ്മ, ഞാനൊന്ന് പറയട്ടെ. നീ എന്തോ പണ അറിഞ്ഞിട്ട് ഞാനൊന്ന് പ്രാങ്ക് ചെയ്തതാ. എന്തോ പ്രാങ്ക്? അറിയത്തില്ലടി, ഞാൻ ഈ തലയെ കൈ വെച്ചെന്ന് പറയത്തില്ലേ? അത് പ്രാങ്ക് പറ്റിച്ചോ? ചെറുതായിട്ടാ. അമ്മച്ചിയുടെ കൂടെ 2 ദിവസം വന്ന് നിക്കാൻ വേണ്ടി ഞാൻ പറ്റിച്ചതാകാണ്. ചക്കരമോള് നാളെ പോവാ തിരിച്ച്? നാളെ അല്ല, ഇന്ന് വൈകിട്ട് തന്നെ. എന്റെ ചുന്തിരി വാവ ചെയ്യേ. കുഴപ്പമില്ല, കൊച്ചിന് തെറ്റല്ല മനസ്സിലായി. അവൾ ഇന്ന് വൈകിട്ട് തന്നെ അരുണിന്റെ അടുത്തോട്ട് അങ്ങ് പോകും. ഒരു മാസം കഴിഞ്ഞിട്ട് പോയാൽ പോരായോ? എന്തായിരുന്നു എന്തായാലും ഗുണാപ്പം വിളിച്ചിട്ട് ഇവിടെ നിൽക്കണേ. അപ്പുറത്തെ വീട്ടിലെ ഗോപാലിന്റെ ഇളയ പോലെ കല്യാണം ഇന്നലെ അല്ലേ കഴിഞ്ഞത്. അവളെന്തായാലും വേല വെച്ച് തിരിച്ചു വരുന്ന എനിക്ക് പറഞ്ഞുണ്ടാക്കാൻ എന്തെങ്കിലും കാര്യം വേണ്ടാടി. സംഭവം